ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഒരു ഓപ്പൺ എയർ മീറ്റിംഗ് പോലെയാണ് നമ്മുടെ ഇന്നത്തെ പ്രവർത്തനവും ഒരുമിച്ചുള്ള കൂടുതലും. ഈ പ്രദേശത്തെ വേല ആരംഭിച്ചിട്ട് അനേക വർഷങ്ങളായി ഉയർച്ച താഴ്ചകളൊക്കെയും ഉണ്ടായി. എങ്കിലും ഇത് നിലനിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അശോകൻ വിശ്വസ്തയോടുകൂടി ഇവിടെ നിന്ന് പ്രവർത്തിക്കുകയും പ്രകാരമുള്ളതായിരിക്കുന്ന ചില ക്രമീകരണങ്ങളൊക്കെയും നടത്തുവാനും ദൈവം തന്നെ ഉപയോഗിച്ചു. ഇവിടെയുള്ള വിശ്വാസികൾ, പ്രിയ കണ്ടൻ കുടുംബം, മാതാപിതാക്കൾ, ഒരു കുടുംബമേ കാര്യമായിട്ടുള്ളൂ. എങ്കിലും ഈ വേലയെ കർത്താവ് നിലനിർത്തുന്നു. ഇനിയും അനേകർ ഈ പ്രദേശത്തുണ്ട്. വിശ്വാസത്താൽ നാം ഈ പ്രദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കായും ദൈവമക്കൾക്കായും സഹോദരി സഹോദരന്മാർക്കായും സ്തോത്രം. ഇടക്കൊശിന്ന് കർത്താവിൻ്റെ ദാസനും വരുവാനായിട്ടിടയായി തീർന്നു. വന്നുചേർന്ന് എല്ലാവരെയും കർത്താവ് ശക്തീകരിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വേല ഇത്ര കാലമെന്നോ ഇത്ര സമയം വരെയെന്നോ ഇല്ല. അവസാന ശ്വാസം വരിക. ഇന്ന സ്ഥലത്തു നിന്നില്ല, എല്ലാ സ്ഥലത്തുമാണ്. ഇന്ന സമയമെന്നില്ല, രാപകലാണ്. സുവിശേഷം അറിയിക്കുന്നതിൽ കൂടെയോ പ്രാർത്ഥിക്കുന്നതിൽ കൂടെയോ ഓർത്ത് ഇടനിന്ന് നെടുവേർപ്പെടുന്നതിൽ കൂടെയോ ഒക്കെ വേലയാണ് നടക്കുന്നത്. നാം വന്നെത്തിയിരിക്കുന്ന കാലത്തെക്കുറിച്ച് നമുക്ക് വളരെ ബോധമുള്ള ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. കാലങ്ങളും സമയങ്ങളും വളരെ വൈകിപ്പോയിരിക്കുന്നു. ഏത് സംഭവിക്കാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ദേശത്തും കർത്താവിനുള്ളവരുണ്ട്. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 11:3. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. സ്തോത്രം. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ കർത്താവ് എൻ്റെ 1-ാം വാക്യം വായിച്ചു. അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബേത്ഫാഗയിലും ബഥാനിയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവ് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയും. കർത്താവ് ഒരു സാധന പാഠമായിട്ട് ചെയ്യുകയാണ്. ഭാവിയിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന വിഷയം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ പറഞ്ഞയച്ചു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക. അവിടെ എനിക്കുള്ളവരുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് ലോകത്തിൽ ഒരിടത്തുമില്ല. എതിരെയുള്ള ഗ്രാമമാണ്. നമ്മളെവിടെ പോയാലും എതിരെയുള്ള ഗ്രാമമാണ്. കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുക. എതിരെയുള്ള ഗ്രാമത്തിലും യേശുവിനുള്ളവരുണ്ട്. സ്തോത്രം. അവിടെ നിങ്ങൾ പോകുമ്പോൾ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. ആരും ഒരിക്കലും കയറിയിട്ടുള്ളതല്ല. നിങ്ങളതിനെ അഴിക്കണം. ആരെങ്കിലും നിങ്ങളോട് എന്തിനഴിക്കുന്നു എന്ന് ചോദിച്ചാൽ യേശുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയും. ഇതിൻ്റെ ആത്മീയ അർത്ഥം കഴുതയെ വീണ്ടെടുക്കുന്ന ഒരു ആട്ടിൻകുട്ടിയാണ്. നമുക്ക് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 20-ാം വാക്യം വായിച്ചേ. പുറപ്പാട് 34:20. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ചു കളയണം. കഴുതയുടെ നിയമം
കഴുതയെക്കുറിച്ചുള്ള ദൈവിക നിയമമാണ് കഴുതയുടെ മൂത്ത കുട്ടി, ആദ്യ കടിഞ്ഞൂൽ കുട്ടിയെ കഴുത്ത് പിരിച്ച് ഇല്ല, അതിനെ ആർക്കെങ്കിലും വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പകരം ഒരു ആട്ടിൻകുട്ടിയെ കൊല്ലും. ഇവിടെ സുവിശേഷീകരണത്തിൻ്റെ ഒരു പാഠം അവരെ പഠിപ്പിക്കുകയാണ്. ഈ കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടി അതിനെ വീണ്ടെടുക്കാൻ ആരുമില്ല. അതിനെ ആരെങ്കിലും വീണ്ടെടുക്കുന്നെങ്കിൽ വീണ്ടെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് റോഡ് സൈഡിൽ വീട്ടുകാർ കെട്ടിയിട്ടിരിക്കുക. കാരണം അവർക്ക് കൊല്ലാൻ വിഷമമുണ്ട്. അപ്പോഴാണ് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആട്ടിൻകുട്ടി പറഞ്ഞയച്ചിരിക്കുന്നു, അതിനെ അഴിച്ചുകൊണ്ടുവാ. സ്തോത്രം. ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതി, കർത്താവിന് ഇതിനെ കൊണ്ട് വിട്ടയച്ചു. അങ്ങനെ അതിനെ വിട്ടയച്ചു. അതിൻ്റെ പുറത്ത് യേശു കയറി. ഇപ്പോൾ ഈ കഴുതയ്ക്ക് ആകെ വ്യത്യാസം. കഴുത ഇതുവരെ നെടുവീർപ്പിട്ട് കഴിയുകയായിരുന്നു. മരണഭീതി ഇതൊരു പാപിയായ മനുഷ്യൻ്റെ നിഴല. എല്ലാ മനുഷ്യരും ഒരു ആട്ടിൻകുട്ടി അവരെ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ മരണഭീതിയിൽ കഴിയുകയാണ്. നമ്മൾ ഓരോരുത്തരും പല വിധത്തിലും അത് ആ അനുഭവത്തിലായിരുന്നു. മരണഭീതിയിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു. ഇന്ന് ലോകം മുഴുവനും മരണഭീതിയിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. രണ്ടും നിശ്ചയിച്ചങ്ങ് ആത്മഹത്യ ചെയ്യുന്നത് പോലെയും രണ്ടും നിശ്ചയിച്ചങ്ങ് യുദ്ധം ചെയ്യുന്നത് പോലെയും എന്തും വരട്ടെ എന്നുള്ളൊരു കാലത്ത് വന്നിരിക്കുക. ഇതിൻ്റെ എല്ലാം കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിലെ പാപമാണ്. എന്നാൽ ഇതിനെ വീണ്ടെടുക്കുവാൻ ഒരാട്ടിൻകുട്ടിയുണ്ട്. ആട്ടിൻകുട്ടിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മളെയൊക്കെ അയച്ചിരിക്കുന്നത്. നമ്മളെ പറഞ്ഞയച്ചിരിക്കുന്നത് വീണ്ടെടുപ്പിൻ്റെ ആട്ടിൻകുട്ടിയെക്കുറിച്ച് പറയുവാനാണ്. ഇതിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആ മരണഭീതി അങ്ങോട്ട് മാറി. ഇതിൻ്റെ പുറത്ത് നല്ല വസ്ത്രം വിരിച്ചിരിക്കുക. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നീതിയും വസ്ത്രം കർത്താവിന്. അടുത്തത് യാത്ര ചെയ്യുന്നത് വിശുദ്ധ സ്ഥലത്തൂടെ. അവിടെ എല്ലാം വസ്ത്രം വിരിക്കുന്നു, വഴിയേരിയുന്ന കൊമ്പുകൾ വിട്ടിരിക്കുന്നു. ഇതിൻ്റെ പുറത്തൂടെ നടക്കുന്നത്. ഇനി ഇതിൻ്റെ ലക്ഷ്യം യെരുശലേമാണ്. ദൈവമക്കളെല്ലാം ഈ അനുഭവത്തിലുള്ളവരാണ്. നമുക്ക് ഈ അനുഭവം ദൈവം തന്നത് നമ്മെ യേശു ശിക്ഷകണങ്ങളാക്കി നമ്മളെ യേശു പറഞ്ഞയക്കുകയാണ്. അഴിച്ചു കൊണ്ടുവരുവാൻ, അനേകരെ അഴിച്ചു കൊണ്ടുവരുവാൻ കർത്താവ് നമ്മെ അയച്ചിരിക്കുകയാണ്. വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. മുമ്പേ നാം കേട്ടതുപോലെ എന്തോ സാബു തോമസ് ഇതൊരു അഴിച്ചു കൊണ്ടുവരേണ്ട കുട്ടിയാ. ഇതുപോലെ എത്രയോ പേര് ഈ ദേശങ്ങളിലൊക്കെ ഉണ്ട്. നാം കൊടുത്തതായിട്ടുള്ള ട്രാക്റ്റുകൾ അത് തീപ്പന്തങ്ങളായിട്ട് അനേക ഹൃദയങ്ങളിൽ കത്തുവാൻ ഇന്ന് പകൽക്കാലം ഇടയാകണം. നാം അതിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദേശത്ത് ദൈവം നമുക്ക് സ്വന്തമായൊരു സ്ഥലം തന്നു, പ്രകാരം ഒരു ക്രമീകരണം തന്നു. ഇവിടെ ഒരു ഹോളി പറയാനുള്ള തറ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാവിയെല്ലാം കർത്താവിൻ്റെ കയ്യിലാണ്. ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നമ്മെ കണ്ട കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. എനിക്ക് നമ്മളെക്കുറിച്ചെല്ലാം കർത്താവിന് ആവശ്യമുണ്ട്. ഓരോരുത്തരും മനസ്സിലാക്കണം, എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആവശ്യം എന്തുവാ. അതവരവർ മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. പൗലോസ് പറഞ്ഞതുപോലെ കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്ന് എനിക്കുള്ളൂ. ആ തികയ്ക്കുന്ന ശുശ്രൂഷയിലേക്ക് കർത്താവ് നമ്മെ അത്ഭുതകരമായി നടത്തേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോകുക നാം പൂർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ,
രക്ഷാദൂതിൻ പാടകവുമായി ഉണർവോടെ മുന്നോട്ടു പോകുക നാം. രക്ഷാദൂതിൻ പാടകവുമായി മുന്നോട്ടു പോകുക നാം. നാമം വിജയിക്കട്ടെ, സാതാന്യ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാതാന്യ കോട്ടകൾ തകർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടി ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടി ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. പോകുക നാം പോർവീരരായി, രക്ഷകനേശുവിൻ പ്രിയജനമേ. രക്ഷാദൂതിൻ പാടകവുമായി മുഴുവോടെ മുന്നോട്ടു പോകുക നാം. രക്ഷാദൂതിൻ പാടകവുമായി ഉണവോടെ മുന്നോട്ടു പോകുക നാം. സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സോമൻ ആമേൻ. സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ഞങ്ങളുടെ കർത്താവേ, നന്ദി തുടങ്ങിയിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ നോർത്ത് സെന്ററിന്റെ വിവിധ ഇടങ്ങളിൽ കർത്തൃ ശുശ്രൂഷയിലായിരിക്കും ഞങ്ങളുടെ ദാസന്മാരാവുന്ന അടിയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം കർത്താവേ, ഇരുമ്പകച്ചോലയിൽ കടന്നു വന്ന അനേക ഭവനങ്ങളിൽ കടന്നു പോകുവാൻ, അനേകർക്ക് ട്രാക്റ്റുകൾ കൊടുക്കുവാൻ, പല പ്രിയപ്പെട്ടവരോട് കർത്താവായ യേശുവിനെ കുറിച്ച് പറയുവാൻ ദൈവം ഭാഗ്യം തന്നതിനായി കേൾക്കപ്പെട്ടവർ ഞങ്ങൾ കൊടുത്ത ട്രാക്റ്റ് വായിക്കപ്പെടുന്നവരെയും കർത്താവിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. കർത്താവിന്റെ ദാസനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന സ്വർഗീയമായ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു.